ഷരീഫ് കൊള്ളയടിച്ചു, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി. കർബല തകർത്തു, മഖബറകൾ തകർത്തു. എന്തായിരുന്നു ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് നേടാനുണ്ടായിരുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം തകർക്കുക എന്നതാണ്. മറ്റൊന്ന് സാമ്പത്തികമായ കാര്യലാഭം ഉണ്ടാക്കുക എന്നതാണ്. ഈ വഴിയിൽ തന്നെയാണ് ഇപ്പോഴും വാസ്തവത്തിൽ എല്ലാ പുത്തനാശയക്കാരും അവർക്ക് ഒത്താശ ചെയ്യുന്നവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ആവർത്തിച്ച് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ അഹ്ദസ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ ആകണം എന്നില്ല, പുത്തനാശയക്കാരനായ ആളെ കൂട്ടിപ്പിടിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ, ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവമഹാന്മാരായ ജനങ്ങളുടെ ലഅനത്തും ഉണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. അവന്റെ ഒരു ഫർദും സുന്നത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവത്തോടെ കാണണം നാം ഈ പ്രശ്നം. കള്ളു കുടിക്കുന്ന എത്രയോ ആളുകളുണ്ട്, കടുത്ത തെറ്റാണ്. അല്ലാഹുവേ, ആരെങ്കിലും ദുർബല നിമിഷത്തിൽ മദ്യപിച്ചു പോയവരുണ്ടെങ്കിൽ ആ ദുഷിച്ച ചെയ്തിയിൽ നിന്ന് കരകയറാൻ അവർക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, വലിയ തെറ്റാണ്. മനുഷ്യരിവ മുസ്കിറൻ, ആരെങ്കിലും ലഹരിയുള്ളത് കുടിച്ചാൽ അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് അബൂജഹലിന്റെയും ഫിർഔനിന്റെയും അതുപോലുള്ള നരകവാസികളുടെ ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കള്ളു കുടിച്ചതുകൊണ്ട് അവന്റെ ജുമുഅ നിസ്കാരം സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടില്ല. കള്ളു കുടിച്ചതുകൊണ്ട് അവന്റെ സുന്നത്ത് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെയുള്ള എത്രയോ വലിയ വലിയ തെറ്റുകളുണ്ട്. പക്ഷേ ആ തെറ്റുകളെ സംബന്ധിച്ചൊന്നും പറയാത്ത ഒരു പരാമർശം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഫർദോ സുന്നത്തോ ആയ ഒരൊറ്റ അമലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയിൽ നിന്നും അവന് ഒത്താശ ചെയ്യുന്നവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്താണ് കാരണം? കാരണം ഇത് അല്ലാഹുവിന്റെ ദീൻ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നടത്തുന്ന ആശയം ദീൻ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തോടെ അക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഔസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഅല്ലാ യുജാലിസഹും, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൂടെ സ്നേഹത്തോടെ ആദരവോട് കൂടെ പോയി ഇരിക്കാൻ വരെ പാടില്ല, കൂടിയിരിക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞു. കൂടിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വാദപ്രതിവാദത്തിന് ഇരുന്നുകൂടാ എന്നല്ല. അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയിലും അതുപോലെ വഖഫ് ബോർഡിന്റെ കമ്മിറ്റിയിലും ഗവൺമെന്റ് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലും ഒരുമിച്ച് കൂടിക്കൂടാ എന്നല്ല. അതൊക്കെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ച കാര്യമാണ്. അതേസമയത്ത് എങ്ങനെ ഇരുന്നുകൂടാ? നമ്മളുടെ ഡോക്ടർ ഇരിക്കുന്ന മാതിരി ഇരുന്നുകൂടാ. ഏത് ഡോക്ടർ? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നതിൽ ഒരു ചെറിയ സൂചന പറയാം. നമ്മൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ അടുത്ത് പൂനൂരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അവിടെ വെച്ച് വിശദമായി ഒരുപാട് വിഷയങ്ങൾ മഹാനായ ശൈഖുന ഉസ്താദ് അവറും പന്മള ഉസ്താദും എ പി മുഹമ്മദ് മുസ്ലിയാരും അതുപോലെ സുലൈമാൻ ഉസ്താദും അതുപോലെ വയലത്തൂർ തങ്ങളും വിനീതനായ ഞാനും ഞങ്ങളൊക്കെ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച അതിന്റെ CD പുറത്തിറങ്ങി. ആ CD-യിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അന്ന് അവിടുന്ന് തീരാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കുറ്റിയാടി പോയി കുട്ടികളെ എത്തി അവിടുന്ന് ബാക്കി കാര്യങ്ങളും കൂടി പറഞ്ഞ് അവര് വിരോധികളിറക്കിയ ഒരു CD-ക്ക് പൂർണ്ണമായി മറുപടി പറഞ്ഞു. ആ CD പുറത്തിറങ്ങിയിട്ട് അത് കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം. കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ച വിഷയങ്ങൾ മറ്റൊന്നാണ്.
വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞത്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നാണ്. അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു വരുന്നത് ആ CD ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 2 CDയും കൂടി 2 DVDയും കൂടി വാങ്ങുന്ന ആളുകൾക്ക് 50 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവന് ചില്ലറ മാറേണ്ട ആവശ്യമില്ല. ഇനി പൂനൂരിലത് മാത്രം വാങ്ങുകയാണ്, കോഴിക്കോട്ട് മാത്രം വാങ്ങുകയാണെങ്കിൽ 30 കൊടുക്കണമെന്ന് അതിന്റെ ഇടയ്ക്ക് പിന്നെയും പറയുന്നത് കേട്ടു. അതിൽ കൂടുതൽ ആരും വാങ്ങണ്ട, നമ്മൾ സൗദിന്റെ വിലക്ക് കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് അതിൽ വിശദമായി സംസാരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാക്ഷാൽ കളവ് പറയുന്ന ആളുകൾ അവർ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സംഗതിയും ബാത്തിലായി. ആകെ 2 CDയോട് കൂടി ബാത്തിലായി. അപ്പൊ പിന്നെ അവർ വേറൊരു പരിപാടി ചെയ്തു. അതിൽ പിന്നെ വേറെ പുതിയ കളവ് പറഞ്ഞു. ആ പുതിയ കളവിൽ അവർ പറഞ്ഞൊരു സംഗതിയാണ് പൂരൂരിൽ വെച്ച് എന്താണോ പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുകയാണ് കോഴിക്കോട്ട് ചെയ്തത്. 2 CD കേട്ടൊക്കെ മനസ്സിലാവില്ല. അങ്ങനല്ല. അപ്പൊ കളവ് പിന്നെയും സാക്ഷാൽ കളവ്, പേര് അങ്ങനെയാണല്ലോ, SK എന്നാണല്ലോ സാക്ഷാൽ കളവ്. അതിങ്ങനെ കളവ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യും? അല്ലാഹു തആല സത്യം പറയാനുള്ള തൗഫീഖ് അവർക്കും കൊടുക്കുമാറാകട്ടെ. നമ്മളത് ഒരാൾക്ക് ഇജാബത്ത് കിട്ടുമെന്നാണ് അവരെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ച ഒരാൾ പറഞ്ഞത്. അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം, വളരെയേറെ ചിന്തിക്കണം. ഇവിടെ അല്ലാഹുവിന്റെ ദീൻ അട്ടിമറിക്കാൻ പാടില്ല. ഞാനവിടെ പൂനൂരിൽ വെച്ച് എന്റെ തന്നെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു. കുറ്റ്യാടിയിലുള്ള ഒരു ക്ലിപ്പ് മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഷാറുബാറൊക്കെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ ഞാൻ കേൾപ്പിച്ച വിഷയം എന്തായിരുന്നു? അത് അപ്പുറത്തെ സമസ്തയുടെ വലിയ നേതാവായി ജാഥ നയിക്കുന്ന ആള് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദുകളുടെ സുവനീറിൽ അദ്ദേഹവും അവരുടെ നേതാക്കളും കൂടെയിരിക്കുന്ന ചിത്രം, സമ്മേളനത്തിന്റെ സുവനീറിൽ ചിത്രം, അവരുടെ നേതാക്കന്മാരും വേണ്ടി കുത്തിയിട്ട് ഇയാളും കൂടെ ഇരിക്കുന്ന ചിത്രം സമ്മേളന സുവനീറിൽ. അത് ഞാൻ എടുത്തു പറഞ്ഞു. അത് എടുത്തു പറഞ്ഞതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? ഞങ്ങൾ ആരെങ്കിലും സുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുത്തതായി തെളിയിച്ചു തന്നാൽ ഈ സമസ്തയുടെ കൊടി ഞങ്ങൾ അപ്പം നിരത്തുവെച്ചോളാം, നിരത്തുവെക്കാൻ അനുവദിക്കൂല, ഞങ്ങളുടെ കയ്യിലേക്ക് കൈമാറണം. അത് സമസ്തയുടെ കൊടിയാണ്. അത് നിരത്തുവെക്കൽ മുമ്പേയുള്ള പരിപാടിയാണ്. നിങ്ങൾ വിടൂലെന്നതാണ് നമ്മുടെ പ്രശ്നം. സമസ്തയുടെ കൊടി നിങ്ങൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വന്നത് അത് അൽഹംദുലില്ലാ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സുന്നിയല്ലാത്തവരുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തതിന് തെളിവ് തന്നാൽ കൊടി ഞങ്ങൾ നിരത്തി വെച്ചോളാന്നാ പറഞ്ഞത്. അപ്പോ അൽഹംദുലില്ലാ ഒരു ചന്ദ്രിക കൈ. ഞാനിപ്പോ ദുബൈയിൽ നിന്ന് വരികയാണ്, പുറത്തു പോയിട്ടില്ല, വരുന്നവരുന്ന. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട്ട് നിന്ന് കിട്ടിയാണ് 2011 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്. ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞേറ്റിട്ടില്ലല്ലോ. ഷിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികളെ പറഞ്ഞേക്ക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളുടെ സമസ്തക്കും ഇല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു മർക്കദഹു സ്ഥാപിച്ച സമസ്ത, താങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു മർക്കദഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് ഷിയ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ നിരത്തി വെച്ചോളാം. നിരത്തി വെക്കേണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ട കൂടിയാണ്. അതിനാണ് നിരത്തി വെക്കുന്നത്. നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളത്. അല്ലാഹു തആല നിങ്ങളെ നന്നാക്കട്ടെ. സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ഇവർക്ക് കുറെ ആളുകൾക്ക് പണ്ടാണാനുള്ളതാണോ? ഇവർക്ക് കുറെ ആളുകൾക്ക് ഞങ്ങളാണ് സുന്നി, ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിനെ പണയം വെക്കാനുള്ളതാണോ?
സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ കിതാബുൽ ഗുന്യത്തിൽ പറഞ്ഞു, മുസ്ലിമാണോ മുഅ്മിനാണോ എന്നാൽ അവൻ സുന്നത്ത് ജമാഅത്തെ പിന്തുടരൽ നിർബന്ധമാണ്. വലാ യുകാദിറ അഹ്ലൽ ബിദ്അ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വർധനവുണ്ടാക്കാൻ പാടില്ല. അവരുടെ സമ്മേളനത്തിലും അവരുടെ പ്രസംഗത്തിലും അവരുടെ സദസ്സിലും പോയിട്ട് അവർക്ക് വർധനവുണ്ടാക്കാൻ പാടില്ല. നേരത്തെ പൊന്മള ഉസ്താദ് സൂചിപ്പിച്ചതും കാന്തപുരം ഉസ്താദ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുടെ സദസ്സിലും പങ്കെടുക്കാൻ പാടില്ല. ഗീബത്ത് പറയുന്നവന്റെ സദസ്സിലും നമീമത്ത് പറയുന്നവന്റെ സദസ്സിലും കളവ് പറയുന്നവന്റെ സദസ്സിലും പങ്കെടുക്കൽ ഹറാമാണെന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതേ ഖൗസുല്ലാഹ് തങ്ങൾ പറഞ്ഞതാണ്. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. അത് ഞങ്ങൾ പറയുകയാണ്. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഇനി ഞാൻ പറയട്ടെ, വലാ യുകാദിറഹുൽ ബിദ്അ വലാ യുജാലിസഹും. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അവരുടെ ആദരവും സ്നേഹവും പിടിച്ചുപറ്റി അവർക്ക് വിഷയം അവതരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവർക്ക് അവരുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് സ്നേഹാദരവോടുകൂടെ അവരുടെ കൂടെ പങ്കെടുക്കാൻ പാടില്ല. അതൊരു മുഅ്മിനായ മനുഷ്യന് പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ മഹാനായ ഉസ്താദ് അവர்கள் ഒരു സൂചന നൽകി. അപ്പുറത്ത് ചില നേതാക്കന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു, ആ നേതാക്കൾക്ക് ഇന്ന് വരെ ഉപദേശിക്കാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം നടക്കുമ്പോ, ഞങ്ങളുടെ ഒരു സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോ നിങ്ങൾ പോയാൽ തൊപ്പി തെറിപ്പിക്കും. അതുപോലെ തന്നെ ഇതാ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന കക്ഷികൾ ഇന്ന് വരെ പറഞ്ഞോ? ഹക്ക് തുറന്നു പറഞ്ഞോ? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പരിപാടിയിൽ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞു. അതല്ലേ ആ ദീൻ പറയാൻ നിങ്ങൾക്ക് ഇന്ന് വരെ സാധിച്ചു? അതല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു പറഞ്ഞത്? അതല്ലേ ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറഞ്ഞത്? അതല്ലേ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു പറഞ്ഞത്? തുഫൈലില്ലേ? അതല്ലേ ശാഫിഈയുടെ ഏറ്റവും പ്രബലമായ കിതാബ്? പട്ടിക്കാട് തീർച്ചയായിട്ടുന്നില്ലേ? ശമ്പളവും പറ്റുന്നില്ലേ? അതിലില്ലേ ഈ പറഞ്ഞ വിഷയം? നിങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് ഹക്ക് പറയാൻ കഴിയുന്നില്ല? എന്നിട്ട് പ്രസംഗിക്കുകയാണ് കോഴിക്കോട്ടുനിന്ന്, ഞങ്ങൾ ഹക്ക് തുറന്ന് പറയുന്ന കക്ഷികളാണ്. ഹക്ക് മാത്രം നിങ്ങൾ മൂടി വെക്കുന്നു, ബാത്തിൽ തുറന്ന് പറയും. ഇതാണ് സംഭവം. എത്രത്തോളം നമുക്കറിഞ്ഞൂടെ? അല്ലാഹു തആല ഓരോരിക്കലും തെളിവുകൾ ഇങ്ങനെ കൊണ്ടുവരാം. അത് എന്താണ്? അത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കറാമത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കറാമത്ത്. ഇയാൾ കോഴിക്കോട്ടുനിന്ന് വെല്ലുവിളിക്കുമ്പോഴേക്ക് മറ്റേ ക്ഷണം വന്നു, പോയില്ലേ ഇറാനിലേക്ക്? അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്താണ്. ഓരോന്നിനും തെളിവ് ഇങ്ങനെ വരികയാണ്. ഞാൻ കോഴിക്കോട്ടേക്ക് വരുമ്പോ, ഇന്ന് വരുമ്പോ എന്റെ ഈ പത്രമല്ലേ, ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം പത്രം കിട്ടി. അങ്ങനെയാണ് തെളിവ് ഇങ്ങനെ അല്ലാഹു തആല തരലാണ്. ഞാനൊരിക്കൽ നമ്മുടെ മരിച്ചുപോയ ടി സി മുഹമ്മദ് മുസ്ലിം അൻവറുല്ലാഹു അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് ഓരോ പള്ളിയിലും ജുമുഅക്ക് ശേഷം മറഞ്ഞ മയ്യിത്ത് നിസ്കരിച്ച് അവർ ആദരിക്കുക. ആ പരിപാടിക്കെതിരെ ഒരു പ്രസംഗം നടത്തണം, ആക്കോട് വന്നിട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പ്രസംഗത്തിന് പോകുമ്പോ അത് പാടില്ല ഇങ്ങനെ മനസ്സിലാക്കിയ ചില വിവരങ്ങളുണ്ട്, കിതാബുകളിൽ മനസ്സിലാക്കിയത്. നമ്മുടെ സമസ്തന്റെ ആരെങ്കിലും ഫത്വകളൊന്നും എന്റെ കയ്യിൽ കിട്ടിയിരുന്നില്ല. പോകുന്ന പോക്കിൽ ബൈക്കിന്നാണ് ഫത്വകൾ മുഴുവനും കിട്ടുന്നത്. കിട്ടിയതിലൊന്ന് നോക്കുമ്പോൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റും മുൻ മുഫ്തിയുമായിരുന്ന പേപ്പാക്കുഞ്ഞായ മുസ്ലിയാരുടെ ഫത്വ. ഞാൻ ആ ഫത്വ അവിടുന്ന് വായിച്ചു, ഞാൻ പ്രസംഗിച്ചു. കുറെ കാലം അത് വിവാദമാക്കി ഇവിടെ ഒരുപാട് സ്റ്റേജുകളിൽ പങ്കെടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ തെളിവുകൾ അപ്പോൾ നമ്മയും തേടി ഇങ്ങനെ വരലാണ്. അടുത്ത് 100 ലീഗത്തുകാർ ഒരു വെല്ലുവിളിയാക്കി തിരൂരിനടുത്ത്. കൂട്ടായി അവർ പ്രസംഗിക്കാൻ പോകുന്ന അന്നുണ്ട് അവരുടെ ആശയത്തിനെതിരായി തന്നെ എഴുതിയ ഒരു കിതാബ് അന്ന് രാവിലെ കിട്ടുന്നു. അന്ന് രാവിലെ അത് കൊണ്ടുപോയി അവിടെ വായിച്ചു. അങ്ങനെ തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ തന്നുകൊണ്ടിരിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ബറക്കത്ത. അത് അല്ലാഹു നിലനിർത്തിട്ടെ. പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ഹക്ക് തുറന്നു പറയുന്നവരാണോ? എന്നാൽ നിങ്ങളല്ലേ കൊടിയത്തൂരിൽ മുബാഹല നടത്തിയ കക്ഷികൾ? നിങ്ങളല്ലേ ആ മുബാഹല നടത്തിയിട്ട് 6 മാസം പടച്ചവന് നിങ്ങൾ അവധി കൊടുത്തില്ലേ?
അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെയും മുജാഹിദിന്റെ കൂടെയും നിങ്ങൾ പൂർണ്ണമായ സപ്പോർട്ട് നൽകി നിങ്ങളെന്ന് അതാ എഴുതുകയും പറയുകയും ചെയ്തില്ലേ? അന്നത്തെ ചന്ദ്രികയെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പല പ്രസംഗത്തിലും അത് വായിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, 6 മാസം അവധി കൊടുത്തിട്ട് അവിടുത്തെ 2 വിഭാഗത്തിലും ഒന്നും സംഭവിക്കാതിരുന്നപ്പോ ദേശാഭിമാനി പത്രത്തിൽ മുബാഹല ദൈവം അനങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് യുക്തിവാദി ലേഖനം എഴുതിയില്ലേ? എന്നിട്ട് അവര് തന്നെ എഴുതിയില്ലേ? AP വിഭാഗം അല്ലാത്ത മുഴുവൻ കക്ഷികളും ഒന്നായി വലിയ കൊട്ടും കുറവയും നടത്തിയ ആ മുബാഹല 6 മാസമാണ് ദൈവത്തിന് അവധി കൊടുത്തത്. 6 മാസം കൊണ്ട് 2 കക്ഷികൾക്കും ഒരു പോറലും ഏൽക്കാത്തതിനാൽ ദൈവം ജീവിച്ചിരിപ്പില്ല എന്ന് വ്യക്തമായിരിക്കുന്നു എന്ന് യുക്തിവാദികളെ കൊണ്ട് എഴുതിപ്പിച്ചത് മുജാഹിദിന്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ മൻ അഹദസ ഔ ആവാ മുഹദിസൻ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൂട്ടുപിടിച്ച കക്ഷികൾ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അതേ സിദ്ധാന്തം സ്വീകരിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ യുക്തിവാദികൾക്ക് നിങ്ങൾ വകവെച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ എത്ര സ്റ്റേജുകളിൽ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഞങ്ങളാണ് സുന്നി, ഞങ്ങളാണ് സമസ്ത എന്ന് പറയുന്ന കക്ഷികൾക്ക് ഇന്നേ വരെ ഇതിനൊരു വ്യക്തമായ മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അന്നേരം പറയാനുള്ള എന്താ? അന്നേരം പറയാനുള്ളത് കാന്തപുരം ശരിയില്ല. അതിന്റെ മറുപടിയാണ് കാന്തപുരം ശരിയിട്ടോ ഇല്ലേന്ന് അത് നേതാവായി അംഗീകരിക്കുന്നത് ഞങ്ങളല്ല നോക്കുന്നത്. നിങ്ങളെന്തിനാ നോക്കുന്നത്? നിങ്ങളെന്തിനാണ് നോക്കുന്നത്? ഒരാള് ഭർത്താവായിട്ട് ഒരു സ്ത്രീ ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്, അല്ലെ ഒരാളൊരു ഭാര്യയായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. വേറൊരുത്തം പറയാം, ആ സ്ത്രീ ഭംഗിയില്ല, അതിനാ മറ്റോ നോക്കുന്നത്. വേറൊരാളെ നോക്കേണ്ട ആവശ്യത്തിൽ വിവാഹം കഴിക്കുന്ന ആളെ നോക്കണ്ടു. കാന്തപുരസ്താർ എന്തോ കുഴപ്പമുണ്ടോ ഇല്ലേ? അതുണ്ടെങ്കിൽ ഞങ്ങളല്ല, നിങ്ങളെന്തിനാ ചെല്ലാൻ പോകണം? നിങ്ങളല്ല നോക്കേണ്ടത്. ഞങ്ങൾക്ക് കാന്തപുരം ഉസ്താദിനെ മറികടക്കുന്ന ഒരു പണ്ഡിതനെയും ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് മഹാനായ താജുൽ ഉലമയ്ക്ക് ശേഷം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രസിഡന്റ് താജുൽ ഉലമയാണ്, ജനറൽ സെക്രട്ടറി മഹാനായ കാന്തപുരം മുസ്ലിയാരാണ്. നിങ്ങളെന്തിനാ ഇടപെടണം? നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ മറുപടി തന്നെ പഴയ കാലത്തേ പറയാറുണ്ട്, അരിയത്രധികം പാരഞ്ഞായി ഇന്ന് മറുപടി പറയാറുണ്ട്. ഇതിന് മറുപടി പറയാം. നിങ്ങൾ എന്ത് സുന്നി എന്ത് സമസ്ത, അത് രണ്ടും പറയാനുള്ള അർഹത മറുവശത്തുള്ള കക്ഷികൾക്കില്ല. ഇത് മാത്രമേ ആ വിഷയത്തിൽ ആമുഖമായി പറയാനുള്ളൂ. പിന്നെന്താ പരിപാടി? ഇത് പറയാൻ കാരണം കോഴിക്കോട്ട് വന്നിട്ട് കുറച്ച് പ്രായമുള്ള ഒരു മുസ്ലിയായി അദ്ദേഹത്തിന്റെ പിതാവിനെ സംബന്ധിച്ച് ശറവുല്ലക്കായി ഒന്നുകൂടി ഓതണമെന്ന് പറഞ്ഞ ആളെ കൂട്ടിയിട്ടാണ് മൂപ്പര് വന്നത്. വേറൊരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വലിയൊരു പണ്ഡിതനായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാണ്. ആ പണ്ഡിതൻ വന്നിട്ട് അദ്ദേഹം പറയും, തനതായ രൂപത്തിൽ സമസ്ത നിലനിർത്താൻ ഞങ്ങളാണ് പറയും. ഈ തനതായ രൂപമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ മുബത്തദിയത്തിനെയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു തനതായ രൂപം അതെന്ത് സമസ്തയാണ്, എന്ത് സുന്നിയാണ്? ഇത് അടിസ്ഥാനപരമായി ഞാൻ പൂനൂരിൽ വെച്ചും ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കാപ്പി കാച്ചിയത് കൊണ്ട് ഇങ്ങനെയുണ്ടല്ലോ നല്ല ഇരുമ്പറക്ക വിഴുങ്ങ, എന്നിട്ട് ചുക്ക് വെള്ളം കുടിക്കുക, ദഹിക്കൂല. അതുകൊണ്ടൊന്നും ദഹിക്കൂല. ആ ഇരുമ്പൊലക്ക ഓപ്പറേഷൻ ചെയ്ത് മാറ്റാത്ത കാലത്തോളം ദഹിക്കൂല. അത് ഓർമ്മിക്കണം. രണ്ടാമതായി ഒരു ചങ്ങാതി പറയാൻ പേരോട് മറുപടി പറഞ്ഞ അയാൾക്ക് വലിയ കിബിറാണ്. എനിക്ക് കിബിറുള്ളത് കൊണ്ട് മറുപടി പറയാതിരിക്കുമോ? എനിക്ക് കിബിറുണ്ടോ ഇല്ലയെന്ന് നിങ്ങളാണോ പരിശോധിക്കേണ്ടത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. അതേത് മാലയാ? മുഹീദ്ദീൻ മാല, കൂടത്തായി മാലല്ല. അത് മനസ്സിലാക്കണോ? അപ്പോ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുല്ലാഹു സിർഹുലദീൻ തങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയാൻ കഴിയും. കിബിർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഒരു വിഷയമാണ്. അത് നോക്കി പറയാൻ മാത്രം ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത? മുജാഹിദിന്റെ കൂടെ പോയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കിട്ടുമോ? ഇംഗ്ലീഷ് കിട്ടിയത് എന്തുകൊണ്ടാ? ഓതുല്ലാഹുവിന്റെ കിതാബ് ഞാൻ ഉദ്ധരിച്ചു, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി കൂടിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ ഓതുല്ലാഹുവിന് സ്ഥാനം കിട്ടിയത്. കൂടെ ഇരിക്കുന്ന ഇയാൾക്കാറാമത്തുണ്ടാവും, അതുണ്ടാവില്ല എന്നോർക്കല്ലേ. പിന്നെ കാര്യം പറയാം, ഏത് വിഷയത്തിലും കാര്യം പറയാം. അതിനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്.
പിന്നെ കാര്യമായിട്ട് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ എന്താ ഉണ്ടായത്? യൂത്ത് ലീഗിനെയും MSFനെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. അതിനെന്തിന് ഞങ്ങളെ കൂട്ടണോ? ഞങ്ങൾ വേറെ തന്നെ വെച്ച് അടിക്കാൻ പോലെ നീ കാരോടൊക്കെ വെറുപ്പുള്ളത് എല്ലാവരും. ഒന്നിപ്പോ ഇവിടെ ക്ലിപ്പ് വെച്ച് കേൾപ്പിക്കാൻ എന്റെ ക്ലിപ്പുണ്ട്, ഒന്നിപ്പോ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ക്ലിപ്പ് എടുക്കാൻ ഉദ്ദേശിച്ചില്ല. ബറക്കത്തിന് ഒരൊറ്റ ക്ലിപ്പ് മാത്രമേ ഇവിടെ വെക്കുന്നു. അത് അവസാനം നമുക്ക് ഒറ്റൊരു ക്ലിപ്പ്, അത് മാത്രം. വേറെ ഇവിടെ ക്ലിപ്പൊന്നും വെക്കുന്നില്ല. ക്ലിപ്പൊക്കെ ധാരാളം മുൻ പ്രസംഗങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഒരു കാര്യമുണ്ടായി. എന്താണത്? കോഴിക്കോട്ട് പ്രസംഗം നടത്തിയപ്പോ കക്ഷികൾ പറഞ്ഞു, ഇപ്പോഴും AP വിഭാഗത്തിന് മർക്കസിലുള്ളത് തിരുശേഷമാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും നേരത്തെ നിങ്ങൾ മാറി. നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നത് വ്യാജകേശമാണ് എന്നാണ്. അതിൽ നിന്ന് നിങ്ങൾ മാറി. ഞങ്ങളെ 2 പരിപാടിയുണ്ട് എന്നല്ലേ സംഗതി? ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞോ ഇല്ലേ? അത് ഞങ്ങൾ അത് അംഗീകരിക്കുന്ന ആളുകളല്ലേ നോക്കേണ്ടത്. നിങ്ങൾക്കൊണ്ട് എപ്പോഴും സ്ഥാപിച്ചു തരാൻ കഴിയുന്നത്. കാരണം ഉറങ്ങുന്നവരെ മാത്രമേ തെളിയിക്കാൻ കഴിയൂ. നടിക്കുന്നവരെ ഉറക്ക് തെളിയിക്കാൻ കഴിയില്ല. ഏത് കാലത്തും അങ്ങനെ തന്നെയല്ലേ? ഇസ്തിഹാസത്തിൽ ആയിരക്കണക്കിന് തെളിവ് തെളിയിക്കുമ്പോ മുജാഹിദ് എന്താ പറയുന്നു? ഇസ്തിഹാസ അനുവദനീയമാണെന്ന് സ്ഥാപിക്കാൻ ഇബ്നു ഹജറിന് സാധിച്ചിട്ടില്ല, റംലി ഇമാമിന് സാധിച്ചിട്ടില്ല, ഉസ്താദ് ഇമാമിന് സാധിച്ചിട്ടില്ല, മുഹീദ്ദീൻ ശൈഖിന് സാധിച്ചിട്ടില്ല, ഇമാം നവവിക്ക് സാധിച്ചിട്ടില്ല, ഒരു ഇമാമിനും സാധിച്ചിട്ടില്ല എന്നല്ലേ മുജാഹിദ്